അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ ഞമ്മക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വിരുന്നൊക്കെ പോന്നോ? അപ്പോൾ നമ്മളും വിരുന്ന് പോയി, നമ്മളും പോന്നിക്കണം കേട്ടോ. അപ്പം വല്ലാത്തൊരു പൊറുതിയേട് കേട്ടോ മനസ്സിക്ക് പോന്നപ്പം. പോയി പോരുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. പോയി 2 ദിവസം 3 ദിവസമൊക്കെ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ വല്ലാത്തൊരു പൊറുതിയേടാണ് മനസ്സിക്ക് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടാകലുണ്ടോ? അപ്പോൾ നമ്മളിങ്ങനെ പോന്നപ്പം നമ്മളെ കണ്ണിന്ന് കണ്ണീരങ്ങനെ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തിരിക്കണ ഒരു ചേച്ചി വെച്ച് എന്തിനാ കരയണേ ചേച്ചി. അപ്പോൾ ഞാൻ പറഞ്ഞേ ഒന്നുമില്ല ചേച്ചിയെ വീട്ടിൽ നിന്ന് പോരുകയാണ്, അപ്പം എന്താത്തൊരു സങ്കടം എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ പറഞ്ഞു അത് സാരല്ലടി, ഇഞ്ഞും വിരുന്നൊക്കെ നമുക്ക് പോകാമല്ലോ, ലീവ് കിട്ടുമ്പോൾ ഇഞ്ഞും പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ ചേച്ചി കേട്ടോ. അപ്പോൾ ഇനിയും പോകാം ഇൻഷാ അല്ലാ. അപ്പം പോയിക്കാണ്ട് പോരുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ പോയി ഒരു 2 ദിവസമോ 3 ദിവസമൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പോരുമ്പം വല്ലാത്തൊരു പൊറുതിയേടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടാകലുണ്ടോ? പോയി വരുമ്പോൾ കരഞ്ഞും അതേമാതിരി ഇവിടെ എത്തുമ്പോൾ വല്ലാത്ത പൊറുതിയേടും സങ്കടമൊക്കെ ഉണ്ടാകലുണ്ടോ? ഉണ്ടാകലുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഏതായാലും നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി നമ്മളിങ്ങനെ നടന്ന് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ എടുക്കണത് നമ്മൾ സനുട്ടനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പേര. അപ്പോൾ 3-4 ദിവസമായി നമ്മൾ പോയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാക്കണേ നമ്മളെ പെരയ്ക്ക് എത്തിക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ പോരാതാക്കാൻ പറ്റൂലല്ലോ, മക്കൾക്കൊക്കെ സ്കൂളും മദ്രസൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ 4 ദിവസം അതിന് പോയിട്ട് അപ്പോൾ ഇതിനൊക്കെയാണ് ഇഞ്ച ചെടിയൊക്കെ കരിഞ്ഞ് ഉണങ്ങി ആകെ ഇതായിക്കണ്. അപ്പോൾ അത് കണ്ടപ്പോൾ വല്ലാത്തൊരു പൊറുതിയേട് കേട്ടോ. ഒക്കെ പൂവിട്ട് നിന്നീനേതാണ്, ഒക്കെ കരിഞ്ഞിക്കണ്. ഇനി അതൊക്കെ ഒന്ന് വെള്ളം പറഞ്ഞ് ശരിയാക്കണം. അപ്പോൾ അങ്ങനെ നമ്മളകത്തേക്ക് കയറിയിരിക്കണേ. അപ്പോൾ കൂടിയിൽ നിന്ന് ഇതാക്കണം. 3-4 തേങ്ങയൊക്കെ തന്നിക്കണം കേട്ടോ. അത് പൊളിച്ചുകാണ്ട് നമ്മൾ ബാഗിലിട്ടതേനി. പിന്നെ തുണിയും കുപ്പായൊക്കെ കൊണ്ടുപോയതുണ്ടേനി, അതൊക്കെ ഞാൻ ബാഗിൽ നിന്ന് എടുത്തൊക്കെയാണ്. പിന്നെ ഞാൻ ഇട്ട കുറച്ച് അച്ചാറുണ്ടല്ലോ, കൈപ്പങ്ങിയും ചെമ്മീനും, അതും കുറച്ച് കൊണ്ടുവന്നിക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് ഇനി നമ്മൾ വൈകുന്നേരമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇനി വൈകുന്നേരത്തിന് ചോറാണല്ലോ. അപ്പോൾ ഏതായാലും ഒരു 4 അരി ഞാൻ കുക്കറിലിട്ടിക്കണം കേട്ടോ. അത് മതി. ഇന്നിപ്പോൾ കുടിയിൽ നിന്ന് പോകുന്നതുകൊണ്ട് വലിയൊരു വലിയൊരു പൂതിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ചോറൊക്കെ ഞാൻ കുക്കറിൽ തീമട്ടിക്കണം. ഇനി ഓരോരോ പണി ഇങ്ങനെ തുടങ്ങണം. പിന്നെ ചാറിപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ അയലോക്കത്തു നിന്ന് കുറച്ച് ചീര നുള്ളി കൊടുന്നിക്കണം കേട്ടോ. അതാണ് താളിച്ചും ജജ്ജ. ഇതിനിപ്പോൾ ഈ വൈകുന്നേരം ആകുമ്പോൾ ഇനിയിപ്പോൾ മീൻ വാങ്ങാനതിനൊന്നുമില്ല, അരച്ച് കണ്ടൊന്നൊരു ചാറും വെക്കണില്ല. അതാണ് താളിച്ചൊരു തുള്ളി വെള്ളത്തിൽ നാട്ടൊക്കെ എഴുതിക്കണത്. അങ്ങനെ ചീരയൊക്കെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിക്കണേ. പിന്നെ നമ്മൾ ചൂലെടുത്തുകാണ്ട് അകൊക്കെ ഒന്ന് അടിച്ചോരി ഇതാക്കി എടുക്കുകയാണ്. പിന്നെ അടിച്ചോരണം, തുടക്കണം, പാത്രങ്ങളൊക്കെ മോറണം ഒക്കെ ഉണ്ട്. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി വിരിച്ചും ചെയ്യാണ് കേട്ടോ. അപ്പോൾ 3-4 ദിവസമായില്ലേ നമ്മൾ പോയിട്ട്. ഇനിയിപ്പോൾ ഇതിൽ കടന്നാൽ ചിലപ്പോൾ അങ്ങനെ ഭയങ്കര ചൊറിച്ചിലേക്കാരം കിടക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ചൊറിഞ്ഞും മാന്തി നിൽക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അതിന് നിൽക്കണ്ട. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വിരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോരോ പണികളുണ്ട്, എല്ലാതും വേണം ഇനി വന്നാലെടുക്കുക. എല്ലാവരും അങ്ങനെ തന്നെ ഇക്കാരം പെരയൊക്കെ പൂട്ടിപ്പോയാൽ വന്നാൽ നല്ല പണിയാണ്. അപ്പോൾ ഒരു റൂം ഏതായാലും നമ്മൾ തട്ടി വിരിച്ച് വെച്ചിക്കണം കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വെച്ചു. ഇനി നമുക്ക് അടുത്ത റൂമും കൂടി അങ്ങനെ തട്ടി വിരിച്ചട്ടോ. അങ്ങനെ നമുക്ക് 2 റൂമാണുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി വിരിച്ച് റെഡിയാക്കി വെക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ചങ്ങാഴ്ചയാളെ ഗ്രൂപ്പ് ഉണ്ടാവും, സ്കൂൾ ഗ്രൂപ്പ് ഉണ്ടാവും, അതേമാതിരി നമ്മളെ കൂട്ടവും കുടുംബക്കാരൊക്കെ ഉള്ള ഗ്രൂപ്പൊക്കെ അല്ലേ, അതിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളൊക്കെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ആരും ഞാൻ നിർബന്ധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാക്കണേ. ഈ റൂമും ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. പിന്നെ വന്നപ്പോൾ നമ്മൾ ചോറൊക്കെ വെന്തിക്കണം കേട്ടോ. എൻ്റെ ചോറ് ഞാൻ ഓട്ടപാത്രത്തേക്ക് ഒന്ന് ഊറ്റിയിട്ടിക്കണം കേട്ടോ. ഞാൻ അവിടെ വെക്കട്ടെ. പിന്നെ നമ്മൾ തുടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം അങ്ങനെ തുടക്കുകയാണ്. അപ്പോൾ മുക്കോ മൂലയൊക്കെ അടിച്ച് തുടക്കണുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാതും തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് വലിച്ചിട്ട് മൂറാണ് കേട്ടോ. അപ്പം നമ്മൾ 3-4 ദിവസമായില്ലേ പോയിട്ട്. അപ്പം അതങ്ങനെ ഇട്ടാൽ പൊടി പാറി കണ്ടും അതേമാതിരി കൂറയോ പല്ലിയോ എന്തെങ്കിലുമൊക്കെ അരിച്ചൊക്കെ ചെയ്തേക്കും.
അപ്പോൾ പിന്നെ അതൊക്കെ വലിച്ചിട്ട് മോറിക്കണം കേട്ടോ. ഞാൻ ഒന്നും അങ്ങനെ കണ്ട് വിളമ്പാൻ പറ്റൂലല്ലോ. ഇപ്പോഴാണെങ്കിലോ ഒടുക്കത്തെ വെജായിയാണ്, പല വെജായിയാണ്, നിപ്പയായിട്ടും കൊറോണ ആയിട്ടും അങ്ങനെ പല ദീനങ്ങളുണ്ട്, മഞ്ഞപ്പിത്തം എല്ലാം ഉണ്ട്. എല്ലാവരും സൂക്ഷിക്കുക, നമുക്ക് അത്രേ പറയാനല്ലേ പറ്റുള്ളൂ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്നല്ലേ. പിന്നെ ഉള്ളിയും തക്കാളിയും ഒന്നുമില്ല കേട്ടോ നമ്മളോടെ, അതൊക്കെ നമുക്ക് വാങ്ങണം. അപ്പോൾ വൈകുന്നേരമല്ല പോകുന്നതാണ്, അപ്പോൾ അതൊക്കെ വാങ്ങാനൊന്നും നേരം കിട്ടിയിട്ടില്ല. അപ്പം നമ്മളെ ഉള്ളിക്കൊട്ടയിൽ കുറച്ച് ചീരുള്ളി ഉണ്ടായിനി, പച്ചമുളകും ഉണ്ടായിനി. അപ്പോൾ അത് രണ്ടും ഇട്ടുകൊണ്ട് 2 മുട്ടയും 2 പൊരിച്ചും ചെജ്ജാന്നിട്ട് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ താളിച്ചാലേ മുളകും വെളുത്തുള്ളിയും ജീരുള്ളിയും പാടെ അരിഞ്ഞതേനി. അപ്പോൾ ജീരുള്ളി ഞാൻ അതിലേക്ക് എടുത്തിട്ടില്ല കേട്ടോ, വെറും വെളുത്തുള്ളിയും പച്ചമുളകും മാത്രമാണ് കേട്ടോ അരിഞ്ഞത്. പിന്നെ ഞാൻ ചട്ടി ചൂടാകാൻ വെച്ചിക്കണേ നമ്മളെ മുട്ട ഒന്ന് പൊരിച്ചെടുക്കാൻ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, ഞാൻ ആ ചട്ടിയിലൊന്ന് എണ്ണ വെച്ചെടുക്കണം. അപ്പോഴത്തേന് നമ്മളെ താളിച്ചാലേ ഉള്ളി ഒന്ന് മൂത്ത് നിൽക്കണം കേട്ടോ, ചോന്ത് വന്നിക്കണേ. നമുക്ക് അതിക്ക് തുള്ളി കഞ്ഞിൻ്റെ വെള്ളം പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറേ ഒന്നും ഞാൻ താളിച്ചെടുക്കണില്ല കേട്ടോ, ഒരു തുള്ളിയേ താളിച്ചണുള്ളൂ. പിന്നെ ഇതാക്കണേ മുട്ട ഇതാക്കണേ, ഇനി ഓരോരുത്തർക്കും ഓരോന്ന് വേണമെന്നാണ് പറഞ്ഞിരിക്കണം കേട്ടോ, പൊട്ടിച്ചെണ്ടാന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ എന്താട്ടി കുറച്ചീച്ച പറഞ്ഞിക്കണ്ട് അങ്ങനെ മുട്ട പൊരിച്ചെടുക്കാൻ കേട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മളെ ചീരൻ്റെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലോണം തിളക്കട്ടെ. ഇപ്പോൾ കണ്ടില്ലേ ഒരു തുള്ളി വെള്ളത്തിലാട്ടോ താളിച്ചിടുന്നത്, കുറേ താളിച്ചിട്ട് കാര്യമല്ല, നമ്മൾ കളയേണ്ടി വരും. അപ്പോൾ അങ്ങനെ മിന്നുട്ടിക്കും സനുവിനും പൈച്ചനുണ്ട് മാറിന്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 7 മണി 7:00 ആയപ്പോഴത്തേന് ഓർക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ, 2ആൾക്കും ചോറ് വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ഓർക്കും തന്നെ നമ്മളോട് പറഞ്ഞു വിട്ടാൻ പോലെ ഓർക്കും തന്നെ കുടിയിൽ നിന്ന് പോന്നപ്പം വല്ലാത്തൊരു പൊറുതിയാണ് കേട്ടോ. ഉച്ചക്ക് ചോറൊന്നും അങ്ങനെയൊന്നും വല്ലാതെ തിന്നിട്ടില്ല, ഭയങ്കര സങ്കടം ഇനി. പിന്നെ നമ്മളെ അനുസരിച്ചും കുട്ടികളൊക്കെ ഓലും പോയിക്കണം കേട്ടോ, എല്ലാവരും പോയിക്കണേ. പിന്നെ ഉമ്മി ഇപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉമ്മി ഇപ്പം എങ്ങനെ പറയുന്നുണ്ട്, ഇനി ആരും ഉണ്ടാവില്ല, വല്ലാത്ത പൊറുതിയേടാണ് ഇനി പോയാൽ, ഒരന്തം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ആങ്ങളുടെ പെണ്ണുങ്ങളും കുട്ടി ഓലും ഇല്ല കേട്ടോ, ഓലും തന്നെ ഓലോടന്ന് ടൂർ പോകണം പറഞ്ഞപ്പോൾ ഓലും അങ്ങനെ കുടിക്ക് പോയിക്കണേ. ഓല് 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ആരും ഇല്ല, ഇനി ഉമ്മി ഇപ്പം മാത്രമേ ഉള്ളൂ. അപ്പം അതുകൂടി കണ്ടപ്പോൾ നമുക്ക് വല്ലാത്തൊരു പൊറുതിയാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടി ഉണ്ടെങ്കിൽ ഓർക്ക് ആ വെറി അറിയില്ല. അപ്പം ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഓർക്കൊക്കെ ചോറ് കൊടുത്തിട്ട് പിന്നെ ഞാൻ നമ്മളെ ചെടിയൊക്കെ കണ്ടില്ലേ പറ്റക്കരിഞ്ഞ് മക്കളെ വെച്ചത് കണ്ടപ്പം വല്ലാത്തൊരു പൊറുതിയോട് ഭയങ്കര സങ്കടം. കാരണം ഇതിൻ്റെ മുന്നൊക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, നെഞ്ച ചെടി ഒക്കെ പൂവിരിഞ്ഞ് ഒക്കെ ഈ മഴയായപ്പോൾ ഒക്കെ തെത്ത് കണ്ടുണ്ടായി, എല്ലാത്തുമ്പോലും തെത്തിമേലൊക്കെ മുട്ടുണ്ടായിനി കേട്ടോ. ആ മുട്ടൊക്കെ വിരിയാതെയും ഒക്കെ ചിലതൊക്കെ വിരിഞ്ഞും ചെയ്ത് ചിലതൊക്കെ വിരിയാതെയൊക്കെ നിന്നൊക്കെ കരിഞ്ഞ് പുറ്റായിക്കണം. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാവുമല്ലോ എന്നൊന്നും പച്ച് പറയാൻ കൂടിയാടില്ല. ഏതായാലും നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ എന്താട്ടി ചെടി നനക്കാനാണ്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെയും ഇത് കണ്ടപ്പം വല്ലാത്തൊരു പൊറുതിയുടെ സങ്കടം തന്നെ. ഇനിയൊക്കെ നേരെ ആവുമായിക്കാരം, നമുക്ക് വെള്ളം പറഞ്ഞു കൊടുക്കാം, നന്നാട്ടെ, അത്ര തന്നെ ഉള്ളൂ. നമുക്കിത് കുഴിച്ചിട്ട് കാണ്ട് നേരം പൊളുക്കുമ്പോൾ അതുമേലൊക്കെ പൂ വിരിഞ്ഞ് കാണുമ്പോണ്ടല്ലോ, വരുന്ന് നേരം പൊളുക്കുമ്പോൾ വന്ന് കാണുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണ് മനസ്സിക്ക്, ഈ പൂക്കളൊക്കെ ഒന്ന് കാണുമ്പോൾ കേട്ടോ. അങ്ങനെ മക്കളൊക്കെ പൂ പറിച്ചാണെങ്കിലും ഞാൻ പറിച്ചാനയക്കൂല, ചേച്ചി ഭയങ്കര ഈറയാണ് പൂ പറിച്ചിട്ടത്. ഇതിങ്ങനെ വിരിഞ്ഞിക്കണ കാണുമ്പോൾ രസമാണല്ലോ. മക്കളെന്താ പറിച്ച് കണ്ടാട് വലിച്ചെറി, അത്രയല്ലേ ഉള്ളൂ ഓലിക്കിപ്പത്താ. അപ്പം അങ്ങനെ ഏതായാലും നമ്മൾ കുട്ടികളെ കൊണ്ടുനടക്കും പോലെ കൊണ്ടുനടന്നേനിന്നാണ് അപ്പോൾ ഈ പറഞ്ഞു വരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളും ചോറ് വെച്ചാൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം കണ്ടില്ല നമ്മളെ കൈപ്പങ്ങിയും ചെമ്മീനും അച്ചാറും ഒക്കെ കൂട്ടി നമ്മളും ചോറ് വെച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുകണമെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരട്ടോ. അസ്സലാമു അലൈക്കും.